Hi students, so welcome to a new class of history, chapter 4, British exploitation and resistance. Okay, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ നിർത്തിയതെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഐ ആം സ്റ്റാർട്ടിങ് മൈ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഓർമ്മയില്ലാത്തവർ ആ സെക്ഷൻ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ഈസി ബിക്കോസ് അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ക്ലാസ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വിക്ക് റീക്യാപ്പ് പോലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ജസ്റ്റ് ലിസൺ ടു ഇറ്റ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ വി ഡീൽ വിത്ത് ബ്രിട്ടീഷ് എങ്ങനെയെല്ലാമാണ് ഇന്ത്യയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്തത്, ഏതെല്ലാം മേഖലകളിലാണ് എക്സ്പ്ലോയിറ്റ് ചെയ്തത്, അതെങ്ങനെയെല്ലാമാണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞത് ബ്രിട്ടീഷ് എവിടേക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്തായിരുന്നു? അഗ്രികൾച്ചർ ഏരിയയിൽ, ദെൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ദെൻ പോട്ടറി, ടാനിങ്, കാർപ്പൻട്രി ആൻഡ് ഓൾസോ മോഡേൺ ഇൻഡസ്ട്രി. അപ്പോൾ ഈ ഏരിയാസിലെല്ലാം തന്നെ ബ്രിട്ടീഷ് എന്ത് ചെയ്തായിരുന്നു? എക്സ്പ്ലോയിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഇന്ത്യൻസ് റെസിസ്റ്റ് ചെയ്തത് എന്നാണ് ഇന്ന് പഠിക്കുന്നത്. ഹൗ ദേ റെസിസ്റ്റ്, എങ്ങനെയാണ് അവരിതിനെ എതിർത്ത് നിന്നത്? ബൈ പ്രൊട്ടസ്റ്റിംഗ്. ഇതിനെന്ത് ചെയ്തു? ഈ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷനെതിരെ അവരെന്ത് ചെയ്തു? ദേ സ്ട്രഗിൾ. അവരെന്ത് ചെയ്തു? ഇന്ത്യൻസ് സ്ട്രഗിൾ ചെയ്തു. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ റെസിസ്റ്റൻസ് രണ്ട് രീതിയിലാണ് നമ്മുടെ ഇന്ത്യൻസ് റെസിസ്റ്റ് ചെയ്തത് ഈ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ. ഒന്ന് അൺഓർഗനൈസ്ഡ് സ്ട്രഗിൾസും, രണ്ട് ഓർഗനൈസ്ഡ് സ്ട്രഗിൾസ് നടത്തി. അങ്ങനെയാണ് ഈ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ഇന്ത്യൻസ് റെസിസ്റ്റ് ചെയ്തത്. അൺഓർഗനൈസ്ഡ് സ്ട്രഗിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ പേരിൽ തന്നെ ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ അല്ല. അതായത് ഇപ്പോൾ ഇന്ത്യയിലെ പല പല പാർട്സിലായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നടത്തിയ സ്ട്രഗിൾസിനെയാണ് എന്ത് പറയണത്? അൺഓർഗനൈസ്ഡ് സ്ട്രഗിൾസ് എന്ന് പറയണത്. ഓക്കെ, പക്ഷേ ഓർഗനൈസ്ഡ് സ്ട്രഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിൽ മൊത്തമായിട്ടും, അതായത് ഒരു പാർട്ടിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്ന സ്ട്രഗിൾ അല്ലായിരുന്നു. ഇന്ത്യയിൽ മൊത്തമായിട്ട് നടന്ന സ്ട്രഗിൾസ് ആണ് ഏതിൽ പെടുന്നത്? ഓർഗനൈസ്ഡ് സ്ട്രഗിൾസിൽ പെടുന്നത്. സോ ബ്രിട്ടീഷിനെ എങ്ങനെ അവർ റെസിസ്റ്റ് ചെയ്തു? എങ്ങനെയാണ്? സ്ട്രഗിൾസ് നടത്തി. ആ സ്ട്രഗിൾസ് രണ്ട് തരത്തിലുണ്ട്, അൺഓർഗനൈസ്ഡ് സ്ട്രഗിൾസും ഓർഗനൈസ്ഡ് സ്ട്രഗിൾസും. ഓക്കെ, അൺഓർഗനൈസ്ഡ് സ്ട്രഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു പാർട്ട്, ഇന്ത്യയിൽ മൊത്തമായിട്ടല്ല, ഇന്ത്യയിൽ പല പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഈ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻസിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തായിരുന്നു. അതാണ് ഏതിൻ്റെ കാറ്റഗറിയിൽ വന്നത്? അൺഓർഗനൈസ്ഡ് സ്ട്രഗിൾസിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. ഓർഗനൈസ്ഡ് സ്ട്രഗിൾസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഇന്ത്യ മൊത്തമായിട്ടും ഈ ബ്രിട്ടീഷിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്ത സ്ട്രഗിൾസ് എല്ലാം തന്നെ ഏത് കാറ്റഗറിയിൽ വരും? ഓർഗനൈസ്ഡ് സ്ട്രഗിൾസിൻ്റെ കാറ്റഗറിയിൽ വരും. ഓക്കെ, ഈ അൺഓർഗനൈസ്ഡ് സ്ട്രഗിൾസിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന 5 സ്ട്രഗിൾസിനെ കുറിച്ചാണ് വി ആർ ഡീലിംഗ് ഇൻ ടുഡേയ്സ് ക്ലാസ്. ഓക്കെ, ഓർഗനൈസ്ഡ് അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. സോ ഇൻ ടുഡേയ്സ് ക്ലാസ് വാട്ട് വി ആർ ബേസിക്കലി ഡീലിംഗ് ഇസ് അബൌട്ട് അൺഓർഗനൈസ്ഡ് സ്ട്രഗിൾസ്. ഓക്കെ, 5 അൺഓർഗനൈസ്ഡ് സ്ട്രഗിൾസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അധികം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ലെങ്കിലും യു ജസ്റ്റ് നീഡ് ടു നോ അബൌട്ട് ഓൾ ദോസ് തിങ്സ് കേട്ടോ. ആദ്യം ഇൻഡിഗോ റിവോൾട്ട്, ദെൻ പെസൻറ്റ് റിവോൾട്ട്, സന്താൽ റിവോൾട്ട്, കുറിച്യ റിവോൾട്ട് ആൻഡ് ഓൾസോ ദർ ഈസ് എ റിവോൾട്ട് എഗെയിൻസ്റ്റ് മോഡേൺ ഇൻഡസ്ട്രി. അപ്പോൾ ഈ 5 റിവോൾട്ട് ഞാനിപ്പോൾ ഓരോന്നായി പറയും. സോ കീപ് യുവർ മൈൻഡ് കേട്ടോ. ഓരോരുത്തും കോൺസെൻട്രേഷൻ പോയാൽ യു വോണ്ട് ഏബിൾ ടു ഗെറ്റ് വാട്ട് ഐ ആം സേയിങ്. അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ലതുപോലെ ഇരിക്കുക. ഓക്കെ, സോ മൂവിങ് ടു ദ ഇൻഡിഗോ റിവോൾട്ട്. അപ്പോൾ ഇൻഡിഗോ റിവോൾട്ട് പറയുന്നതിന് മുമ്പ് യു ഷുഡ് ഓൾ നോ വാട്ട് ഈസ് ഇൻഡിഗോ. ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയുമ്പോൾ റിവോൾട്ട് എന്താണെന്ന് അറിയാം, പക്ഷേ ഇൻഡിഗോ എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ അല്ലേ ഒരു ഇറ്റ് കോസ് സം കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ടീസ് അല്ലേ. അപ്പോൾ ഇൻഡിഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തറിയാം? ഇൻഡിഗോ എന്ന് പറഞ്ഞൊരു കളറാണെന്നറിയാം അല്ലേ. വിത്ത് ജിയോ റെയിൻബോ കളേഴ്സിലൊക്കെ നമ്മൾ പറയും ഇൻഡിഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കളറാണെന്ന് പറയും അല്ലേ. അപ്പോൾ ഈ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കളർ തന്നെയാണ്. ഇൻഡിഗോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലൂ ടൈപ്പ് കളറാണ്. അപ്പോൾ ആ കളറ് കൊടുക്കാൻ വേണ്ടി ഇപ്പം ജീൻസിൻ്റെയൊക്കെ തുണിക്ക് നമ്മൾ ഒരു ബ്ലൂയിഷ് കളറാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു കളറ് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? പണ്ട് പ്ലാന്റ്സ് കൾട്ടിവേറ്റ് ചെയ്യായിരുന്നു. ആ പ്ലാന്റ്സിൻ്റെ പേരാണ് ഇൻഡിഗോ. അപ്പോൾ ആ ഒരു പ്ലാന്റ് കൾട്ടിവേറ്റ് ചെയ്താണ് ജീൻസിനൊക്കെ ഒരു ബ്ലൂയിഷ് ഷെയ്ഡ് അല്ലെങ്കിൽ ക്ലോത്ത്സിനെല്ലാം തന്നെ ഒരു ബ്ലൂ കളറ് കൊടുക്കുന്നത്. ഓക്കെ, ആ ഒരു പ്ലാന്റ് ആണ് ഇൻഡിഗോ കേട്ടോ. നോക്കിയേ, ദിസ് ഈസ് ദ പ്ലാന്റ്. ഓക്കെ, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ദ പ്ലാന്റ്. ഈ പ്ലാന്റ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം
ഇന്ത്യക്കാർ കൾട്ടിവേറ്റ് ചെയ്ത് ഇന്ത്യൻ ഫാമേഴ്സ് കൾട്ടിവേറ്റ് ചെയ്ത് തുടങ്ങിയ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണിത്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈയിങ്ങിന് വേണ്ടി. ഡൈയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളേഴ്സ് കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ തുണികൾക്കെല്ലാം തന്നെ ബ്ലൂ കളേഴ്സ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്ലാന്റ് കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ അത് കൾട്ടിവേറ്റ് ചെയ്ത് ഉണക്കി പൊടിച്ചെടുക്കുമ്പോൾ ഈ ഒരു ഫോമിൽ കിട്ടും. എന്നിട്ടാണ് നമ്മൾ അത് തുണിയിൽ കളർ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഓക്കെയാണ്. ഐ തിങ്ക് വാട്ട് ഇൻഡിഗോ എന്താണെന്ന് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇൻഡിഗോ റിവോൾട്ട് ആണ് അല്ലേ? അപ്പോൾ ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1859, ദ ഇയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 1859 ബംഗാൾ ഫാമേഴ്സ് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഒരു റിവോൾട്ടാണ് ഇൻഡിഗോ റിവോൾട്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാകാം ബ്രിട്ടീഷുകാർക്കെതിരെ ബംഗാളി പെസൻസ് ഈ ഒരു റിവോൾട്ട് നടത്തിയത് എന്താണെന്ന് നോക്കാം. വി ക്യാൻ ചെക്ക്. ഓക്കെ, വൈ ഇൻഡിഗോ റിവോൾട്ട്? എന്തുകൊണ്ടാണ് ഇൻഡിഗോ റിവോൾട്ട്? അതായത് ഞാൻ പറഞ്ഞായിരുന്നു, ബ്രിട്ടീഷ് വരുന്നതിന് മുമ്പ് വരെ നമ്മുടെ സാധാരണ ഇന്ത്യൻ ഫാമേഴ്സ് കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഏത് ക്രോപ്സ് ആയിരുന്നു? ഫുഡ് ക്രോപ്സ് ആയിരുന്നു അല്ലേ? സാധാരണ അവർക്ക് തിന്നാനുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളാണ് കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അഗ്രികൾച്ചറിൽ സംഭവിച്ച ഒരു മെയിൻ മാറ്റമാണ് എന്ത്? കമേഴ്ഷ്യലൈസേഷൻ ഇൻ അഗ്രികൾച്ചർ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ കമേഴ്ഷ്യലൈസേഷൻ ഇൻ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡ് ക്രോപ്സ് മാറ്റി ക്യാഷ് ക്രോപ്സ് ആവുക. ഈ ക്യാഷ് ക്രോപ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ ആവശ്യമുള്ളതാണ്? നമ്മുടെ ഇന്ത്യയിൽ അത് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതായത് യൂറോപ്യൻ കൺട്രീസിലോട്ട് കയറ്റി വിടാൻ വേണ്ടി നമ്മുടെ ഇന്ത്യൻ ലാൻഡിൽ ഓരോരോ സാധനം കൾട്ടിവേറ്റ് ചെയ്തും. ഇന്ത്യൻസിന് അത് ആവശ്യമില്ല ശരിക്കും. പക്ഷേ ഇന്ത്യൻസിന് ആവശ്യമില്ലാത്ത സാധനം ഇവിടെ കൊണ്ടുവന്ന് കൾട്ടിവേറ്റ് ചെയ്തിട്ട് ആ സാധനം എങ്ങോട്ട് കയറ്റി വിടും? യൂറോപ്പിലോട്ട് കയറ്റി വിടും. ഇപ്പോൾ ഈ ഇൻഡിഗോ എന്ന് പറയുന്ന സാധനം എന്താണ്? അത് യൂറോപ്യൻ മാർക്കറ്റിൽ യൂറോപ്യൻസിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനമായിരുന്നു ഇൻഡിഗോ. കാരണം അത് കളർ ചെയ്യാൻ ഉപയോഗിക്കുക. അവിടുത്തെ ആൾക്കാർ ജീൻസ് ഇടുമ്പോൾ ജീൻസിന് കളർ കൊടുക്കാനൊക്കെ ഒന്നും സാധനം വളരെ കുറവായിരുന്നു. ജീൻസ് ആയാലും എന്ത് ഡ്രസ്സായാലും ബ്ലൂ കളറായിട്ടുള്ള. അപ്പോൾ അത് വളരെ കുറവായിരുന്നു. അതിൻ്റെ ലഭ്യത യൂറോപ്പിൽ വളരെ കുറവായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ്, ഇവിടുത്തെ ഫാമേഴ്സിനെ കൊണ്ട് എന്ത് കൾട്ടിവേറ്റ് ചെയ്യിപ്പിക്കാം? ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യിപ്പിക്കാം. എന്നിട്ട് അത് ഇവിടെ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോവാം? യൂറോപ്പിലോട്ട് കൊണ്ടുപോകാമെന്ന് അവർ തീരുമാനിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ഫാമേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ഫാമേഴ്സിൻ്റെ അവസ്ഥ എന്താണ്? അവർക്ക് ഒരുപാട് പൈസക്ക് ആവശ്യമുണ്ട്. കാരണം ലാൻഡ് റവന്യൂ സിസ്റ്റം ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് എന്ത്? ലാൻഡ് റവന്യൂ സിസ്റ്റം. അതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ആ ഒരു സിസ്റ്റം അനുസരിച്ച് അവർക്കിപ്പോൾ ലാൻഡ് ടാക്സ് ആയിട്ട് എന്ത് കൊടുക്കണം? ക്യാഷ് കൊടുക്കണം. പണ്ട് ക്യാഷ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവരിപ്പോൾ കൃഷി ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം പണ്ട് കൊടുത്താൽ മതിയായിരുന്നു ലാൻഡ് ലോഡ്സിന്. പക്ഷെ ഇപ്പോൾ അവർക്ക് ടാക്സ് ആയിട്ട് എന്ത് കൊടുക്കണം? പൈസ കൊടുക്കണം. അപ്പോൾ പൈസയുടെ ഒരു ഡിമാൻഡ് വന്നതോടുകൂടി എന്ത് സംഭവിച്ചു? ഇന്ത്യൻ ഫാമേഴ്സ് ദേ വർ ഫോഴ്സ്ഡ് ടു കൾട്ടിവേറ്റ് ദിസ്. അവർ ഭയങ്കരമായിട്ട് ഈ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്ത് കാരണം? പൈസയുടെ ആവശ്യം കാരണം. അതോടൊപ്പം തന്നെ ഫുഡ് ക്രോപ്സിന് ഇന്ത്യൻ മാർക്കറ്റിൽ വാല്യൂ ഇല്ല. ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫാമേഴ്സിനാണെങ്കിൽ അവർക്ക് പൈസ കിട്ടും. പക്ഷേ ഫുഡ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫാമേഴ്സിന് എന്തില്ല? പൈസ ഇല്ല. ഇന്ത്യൻ മാർക്കറ്റിൽ ഫുഡ് ക്രോപ്സിന് എന്തില്ല? വാല്യൂ ഇല്ല. എന്തിനാണ് വാല്യൂ? ക്യാഷ് ക്രോപ്സിനാണ് വാല്യൂ. ക്യാഷ് ക്രോപ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് എന്ത്? ഈ ഇൻഡിഗോ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇന്ത്യൻ ഫാമേഴ്സ് തീരുമാനിച്ചു, എങ്കിലും ഞങ്ങൾ ക്യാഷ് ക്രോപ്പായ ഈ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്തോളാന്ന്. അങ്ങനെ അവർ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചപ്പോൾ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്ന ഫാമേഴ്സിന് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? എന്ത് കൊടുക്കും? അഡ്വാൻസ് മണിയൊക്കെ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക ഫാമേഴ്സും ഫുഡ് ക്രോപ്സ് വിട്ട് ഈ ഇൻഡിഗോ എന്ന് പറയുന്ന ക്യാഷ് ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. അതുകൂടാതെ എന്ത് സംഭവിച്ചു? ഈ പൈസയൊക്കെ അഡ്വാൻസ് കൊടുക്കും. അതോടൊപ്പം ബ്രിട്ടീഷുകാർ ഒരു ഡിമാൻഡും കൂടി വെക്കും. ദ ഡിമാൻഡ് ഈസ് ദാറ്റ്, എന്തെന്നാണ് ഡിമാൻഡ് വെക്കണം? അതായത് ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യണത് നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡിലായിരിക്കണം. അതായത് ഇൻഡിഗോ ഷുഡ് ബി കൾട്ടിവേറ്റഡ് ഇൻ ദ മോസ്റ്റ് ഫെർട്ടൈൽ ലാൻഡ്സ്. ഒരു കൃഷിക്കാർക്ക് ഒരുപാട് നിലം ഉണ്ടാകും, ഒരുപാട് ഭൂമി ഉണ്ടാകും. ആ ഭൂമിയിൽ ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് എവിടെയാണോ അവിടെ ആയിരിക്കണം കൾട്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നുകൂടി ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെച്ചു. അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ, പൈസ കിട്ടണ കാര്യം ആയതുകൊണ്ട് കൃഷിക്കാർ എന്ത് ചെയ്തു? ഈ ബ്രിട്ടീഷുകാർ പറയുന്ന അനുസരിച്ച് ഇൻഡിഗോ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇതിൻ്റെ പകുതിക്ക് വെച്ച് ഒരു സംഭവം സംഭവിച്ചു. അതായത് ഒരു പുതിയ ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ കണ്ടുപിടുത്തം. എന്തെന്നായിരുന്നു ആ കണ്ടുപിടുത്തം? ആർട്ടിഫിഷ്യൽ ഡൈസ്.
ആർട്ടിഫിഷ്യൽ ഡൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പണ്ട് ഈ ഫ്ലവേഴ്സൊക്കെയാണ് കൾട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഈ കളർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഈ ഫ്ലവേഴ്സ് കൾട്ടിവേറ്റ് ചെയ്ത് ഉണക്കി പൊടിച്ചിട്ടൊക്കെയാണ് ഈ നമ്മുടെ ഡ്രസ്സിനൊക്കെ കളർ കൊടുത്തിരുന്നത്. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഡൈസ്, മനുഷ്യന്മാർ കൃത്രിമമായ അല്ലെങ്കിൽ മാൻമെയ്ഡ് ആയിട്ടുള്ള ഡൈസ് കണ്ടുപിടിച്ചു. മാൻമെയ്ഡ് എന്ന് പറഞ്ഞാൽ ഈ കെമിക്കൽസൊക്കെ, രണ്ട് കെമിക്കൽസൊക്കെ ചേർത്തുണ്ടാക്കൂലേ. അപ്പോൾ ഈ പ്ലാന്റിങ്ങിൻ്റെ ആവശ്യമില്ല, കൾട്ടിവേറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, നട്ടുപിടിപ്പിക്കേണ്ട ആവശ്യമില്ല. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഡൈസ് ഇൻവെൻറ്റ് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു, അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഓക്കെ, അവർക്ക് ഡൈസ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഡൈസ് ഉണ്ട്, പിന്നെ എന്തിനാണ് ഈ ഇൻഡിഗോ പ്ലാന്റ്സ്, അങ്ങനത്തെ ഒരു ചോദ്യം വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിച്ചു, ആർട്ടിഫിഷ്യൽ ഡൈസ് ഇൻവെൻറ്റ് ചെയ്തതോടുകൂടി എന്ത് സംഭവിച്ചു, ഇൻഡിഗോ എന്ന് പറയുന്ന ആ പ്ലാന്റ്, അത് നട്ടുപിടിപ്പിക്കുന്ന, അത് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫാമേഴ്സിൻ്റെ ജീവിതം കഷ്ടത്തിലായി. കാരണം ഇൻഡിഗോ ലോസസ് ഇറ്റ്സ് മാർക്കറ്റ്, ഇൻഡിഗോക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ വില ഇടിഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഫാമേഴ്സ് എല്ലാം കഷ്ടത്തിലായി. അപ്പോൾ ഇതിനെതിരെയാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ടാണ് അവർ ഇൻഡിഗോ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അവസാനം ആർട്ടിഫിഷ്യൽ ഡൈസ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു, ഈ ഇൻഡിഗോൻ്റെ മാർക്കറ്റ് ഇടിഞ്ഞു. അപ്പോൾ ഇതിനെതിരെ ബംഗാളിലെ പെസൻസ് എന്ത് ചെയ്തു, 1859 റിവോൾട്ട് ചെയ്തു. അതിനെയാണ് എന്ത് പറയണത്, ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയണത്. ഇപ്പോൾ ആൻഡ് ഓൾസോ ഇതിന് എന്ത് സംഭവിച്ചു, ബ്രിട്ടീഷുകാർ ഭയങ്കരമായിട്ട് സപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അടിച്ചമർത്തിക്കളഞ്ഞ്. അത് മുന്നോട്ട് വന്നില്ല. അതിന് മുമ്പ് അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് അതിനെ അടിച്ചമർത്തി, വയലൻസ് മാർഗമൊക്കെ ഉപയോഗിച്ച് അവർ അടിച്ചമർത്തി. ഓക്കെ, ദിസ് സ്ട്രഗിൾ വാസ് ഓൾസോ സപ്രസ്ഡ് ബൈ ബ്രിട്ടീഷുകാർ ഇതിനെ സപ്രസ് ചെയ്തു. ഈവൻ ദോ ഇങ്ങനത്തെ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇറ്റ് വാസ് സപ്രസ്ഡ് ബൈ ബ്രിട്ടീഷ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എന്തുകൊണ്ടാണ് അൺഓർഗനൈസ്ഡ് സ്ട്രഗിളിൻ്റെ കാറ്റഗറിയിൽ പറഞ്ഞത്, കാരണം ഇത് നോക്കിയേ, ബംഗാൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു പാർട്ടായ ബംഗാളിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമേഴ്സാണ്. ഇന്ത്യയിൽ മൊത്തമല്ല, ഇന്ത്യയിൽ ഒരു പാർട്ടായ ബംഗാളിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമേഴ്സ് ബ്രിട്ടീഷിൻ്റെ എക്സ്പ്ലോയിറ്റേഷനെതിരെ ഫൈറ്റ് ചെയ്തതുകൊണ്ടാണ് ഇത് ഏതിൻ്റെ കാറ്റഗറിയിൽ വന്നത്, അൺഓർഗനൈസ്ഡ് സ്ട്രഗിൾസിൻ്റെ കാറ്റഗറിയിൽ വന്നത്. പിന്നെ ഇവിടെ ഒരു കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സാധനം കൊടുത്തിട്ടുണ്ട് അല്ലേ. 4th പോയിന്റിൽ കമ്മീഷൻ ഫൗണ്ട് ദാറ്റ് ഇൻഡിഗോ ഫാമിംഗ് വാസ് അൺഎക്കണോമിക് ആൻഡ് ടു സ്റ്റോപ്പ്. അതായത് ഈ എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊട്ടസ്റ്റ് വരുമ്പോൾ ഗവൺമെൻറ് ആരെ അപ്പോയിൻ്റ് ചെയ്യും, ഒരു കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്യും. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്തിനാ അപ്പോയിൻ്റ് ചെയ്യണത്, ആ പ്രൊട്ടസ്റ്റ് എന്തുകൊണ്ടാണ് വന്നത്, അതിന് കാരണം എന്താണ്, അതിനി ഭാവിയിൽ നമുക്ക് എങ്ങനെ വരാതിരിക്കാം എന്നൊക്കെ നോക്കാൻ, അതിനെയൊക്കെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് എന്തിന് അപ്പോയിൻ്റ് ചെയ്യണത്, കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്യണത്. അപ്പോൾ അത് ഈ ഒരു പ്രൊട്ടസ്റ്റ് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗത്തു നിന്ന് എന്തെങ്കിലും വേണ്ടതെന്ന് പറഞ്ഞ് ഗവൺമെൻറ് എന്തിന് അപ്പോയിൻ്റ് ചെയ്തു, ഒരു കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്തു. അപ്പോൾ കമ്മീഷൻ നടത്തിയ പഠനത്തിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിട്ട് അവരെന്ത് കൺക്ലൂഷനിലോട്ടാണ് എത്തിയത്, അതായത് ഇന്ത്യയിൽ ഇൻഡിഗോ ഫാമിംഗ് അൺഎക്കണോമിക് ആണ്. ഇനി ഒരിക്കലും ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, ഇന്ത്യയിൽ ഇൻഡിഗോ ഫാമിംഗ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ആർട്ടിഫിഷ്യൽ ഡൈസ് ഇൻവെൻറ്റഡ് ആയി. അപ്പം ഇനി അത് ചെയ്യുക എന്ന് പറയുന്നത് അത് അൺഎക്കണോമിക് ആണെന്ന് കണ്ടുപിടിച്ചു. ആൻഡ് അവരെന്ത് പറഞ്ഞു, കമ്മീഷൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഇൻഡിഗോ ഫാമിംഗ് ഇന്ത്യയിൽ നിർത്തുന്നതാണ് നല്ലത് എന്നൊരു നിലപാടിലോട്ട് എത്തിച്ചേർന്നു. അങ്ങനെയാണ് ഇൻഡിഗോ ഫാമിംഗ് ഇന്ത്യയിൽ നിർത്തിയത്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഇൻഡിഗോ റിവോൾട്ട്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് റിവോൾട്ട് കേട്ടോ. അടുത്ത റിവോൾട്ടാണ് നമ്മൾ ഇത് കണ്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും ഒരു ഫാക്ടറിയാണ്. ഇന്ത്യയിൽ ഈ ഡൈയിങ് ഫാക്ടറി ഇല്ലേ, ഈ കളർ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്തിട്ട് തുണിക്ക് കളർ കൊടുക്കാൻ വേണ്ടി ഉള്ളൊരു ഫാക്ടറിയാണ് ബംഗാളിൽ. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് ഈസ് അബൌട്ട് പെസൻറ്റ് റിവോൾട്ട്സ് ഇൻ കേരള. പെസൻറ്റ് റിവോൾട്ട്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പെസൻറ്റ് റിവോൾട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കൃഷിക്കാരുടെ റിവോൾട്ട് അല്ലേ, കർഷകരുടെ റിവോൾട്ട്സ് ബ്രിട്ടീഷിൻ്റെ എക്സ്പ്ലോയിറ്റേഷനെതിരെ. അപ്പോൾ നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പെസൻറ്റ് റിവോൾട്ട് നടന്നിട്ടുള്ളത്. 22 പെസൻസ് റിവോൾട്ടാണ് മലബാർ എന്ന് പറയുന്ന ആ ഒരു റീജിയനിൽ നടന്നിട്ടുള്ളത്. കേരളത്തിലെ മലബാർ എന്ന് പറയുന്ന റീജിയനിൽ എത്ര പെസൻറ്റ് റിവോൾട്ട് നടന്നിട്ടുണ്ട്, 22 പെസൻറ്റ് റിവോൾട്ട്സ് നടന്നിട്ടുണ്ട് ബ്രിട്ടീഷിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻസിനെതിരെ. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നത് മലബാർ റിബല്യൻ അല്ലെങ്കിൽ മാപ്പിള റിബല്യൻ എന്നൊക്കെയാണ് പറയണത്. മാപ്പിള റിബല്യൻ ഓർ
എന്താണ് മലബാർ റിബല്യൻ. അതെന്നാ നടന്നത്? 1921. അപ്പോൾ എന്തുകൊണ്ടാണ് നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. അതായത് അവിടെ നിലനിന്നിരുന്നത്, ഞാൻ പറഞ്ഞു, അഗ്രികൾച്ചറിൽ ബ്രിട്ടീഷ് കൊണ്ടുവന്ന വേറൊരു മാറ്റം എന്തായിരുന്നു? ലാൻഡ് റവന്യൂ സിസ്റ്റം. ലാൻഡ് റവന്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് തൊട്ട് ഇവിടെ എന്തുണ്ട്? ജന്മി കുടിയൻ വ്യവസ്ഥയുണ്ട്. ജന്മി എന്ന് പറഞ്ഞാൽ എന്താണ്? ലാൻഡ് ലോഡ്സ്. കുടിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലാൻഡ് ലോഡ്സിന്റെ ലാൻഡിൽ പണിയെടുക്കുന്ന ആൾക്കാർ. പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാൻഡ് ലോഡ്സ് ഇവർ പണിയെടുത്തിട്ട് അവർക്ക് കിട്ടുന്ന, അവരെന്ത് സാധനമാണോ അവിടെ കൾട്ടിവേറ്റ് ചെയ്യണത് അതിൻ്റെ ഒരു പങ്ക് ജന്മിമാർക്ക് കൊടുക്കണം. അങ്ങനെയാണ് ഉണ്ടായിരുന്ന ആ ഒരു ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ ഇവിടെ ലാൻഡ് റവന്യൂ സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ലാൻഡ് ലോഡ്സ് അല്ലെങ്കിൽ ഈ ലാൻഡ് ലോഡ്സ് എപ്പോഴും ഹൈ ആണ്. പക്ഷെ പെസൻസിന് എന്ത് ചെയ്യേണ്ടി വന്നു? പെസൻസിന് അവർ വർക്ക് ചെയ്യുന്ന ലാൻഡിന് ടാക്സ് കൊടുക്കേണ്ടി വന്നു. ടാക്സ് കൊടുക്കേണ്ടി വന്നു. ലാൻഡ് ടാക്സ് എന്ന് പറയുന്ന ഒരു സാധനം ആരാ കൊണ്ടുവന്നത്? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. അത് എന്തിൻ്റെ രൂപത്തിൽ ലാൻഡ് ലോഡ്സിന് കൊടുക്കണം? ക്യാഷിൻ്റെ രൂപത്തിൽ ലാൻഡ് ലോഡ്സിന് കൊടുക്കണം. ഇത്ര നാൾ സാധനമായിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ സാധനത്തിന് പകരം ഇപ്പം എന്ത് വേണമെന്ന് പറഞ്ഞു ബ്രിട്ടീഷുകാർ? ക്യാഷ്, മണി. ആ ഒരു സോളിഡ് ഫോമിൽ, ആ ഒരു രൂപത്തിൽ വേണം ആർക്ക് കൊടുക്കാൻ? ഇവർക്ക് ലാൻഡ് ലോഡ്സിന് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവർക്ക് ലാൻഡ് ലോഡ്സിൽ നിന്ന് ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ. പൈസ കൊടുത്തില്ലെങ്കിൽ അവരുടെ ലാൻഡിൽ നിന്ന് ലാൻഡ് ലോഡ്സ് ഈ ഫാമേഴ്സിന് എന്ത് ചെയ്യും? അവരുടെ ലാൻഡിൽ നിന്ന് ഇറക്കി വിടും. പൈസ ഇല്ലെങ്കിൽ നീ എൻ്റെ ലാൻഡിൽ നീ പണിയെടുക്കണ്ട, യു ക്യാൻ ഗോ. ആ ഒരു രീതിയിലായി. അപ്പം ഇതിനെതിരെയാണ് മലബാറിലെ പെസൻസ് റിവോൾട്ട് ചെയ്തത്. മലബാർ റിബല്യൻ എന്നും പറയുന്നുണ്ട്, ഇതിനെ മാപ്പിള റിബല്യൻ എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് മാപ്പിള റിബല്യൻ എന്ന് പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാപ്പിളാസ് എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് എന്നാണ്. ഈ മലബാർ ഏരിയാസിൽ ഏറ്റവും കൂടുതൽ ആരാണോ ഉള്ളത്? മുസ്ലിംസ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയണത്? മാപ്പിള റിബല്യൻ എന്ന് പറയണത്. മുസ്ലിംസ് ആയിരുന്നു മെയിനായിട്ട് അവിടെ കർഷകരായിട്ട് ഉണ്ടായിരുന്നത്. ഹിന്ദുസും ഉണ്ടായിരുന്നു, എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് മാപ്പിളാസ് ആണ്, മുസ്ലിംസ് പെസൻസ് ആണ് ഈ ബ്രിട്ടീഷിൻ്റെ ഈ ഒരു ജന്മി കുടിയൻ സിസ്റ്റം, ആ ഒരു പൈസ കൊടുക്കാൻ ഹൈ ടാക്സ്, ഈ ജന്മിമാരുടെ എക്സ്പ്ലോയിറ്റേഷൻ. ഈ ജന്മിമാർ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ട് ഉണ്ടാവും ജന്മിമാർക്ക്. ജന്മി എന്ന് പറഞ്ഞാൽ എന്താ? ലാൻഡ് ലോഡ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ലാൻഡ് ലോഡ്സ് ഈ പെസൻസിനെ എത്ര എക്സ്പ്ലോയിറ്റ് ചെയ്താലും ആരുടെ സപ്പോർട്ട് ഉണ്ടാവും? ജന്മിമാർക്ക് ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ അതിനെതിരെയാണ് ഈ മലബാറിൽ ഇതുപോലെ 22 പെസൻറ്റ് റിവോൾട്ട് ഉണ്ടായി. ഒന്നും രണ്ടും അല്ല, 22 പെസൻറ്റ് റിവോൾട്ടാണ് മലബാർ ഏരിയാസിൽ ബ്രിട്ടീഷിൻ്റെ ഈ എക്സ്പ്ലോയിറ്റേഷനെതിരെ നടന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് എവിടെയാണെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാനൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. ഏറനാട്, നിലമ്പൂർ, ഈ ഒരു ഷെയ്ഡഡ് പോർഷൻസിലാണ് ഈ 22 പെസൻറ്റ് റിവോൾട്ടും ഉണ്ടായിരുന്നത് കേട്ടോ. വള്ളുവനാട്, മലപ്പുറം, ഏറനാട്, നിലമ്പൂർ, അപ്പം അങ്ങനെയുള്ള ഏരിയാസിൽ ആണ് എന്തുണ്ടായത്? ഈ 22 പെസൻസ് റിവോൾട്ടും ഉണ്ടായത്. അതിന് നമ്മൾ പറയുന്നത് മലബാർ റിബല്യൻ അല്ലെങ്കിൽ മാപ്പിള റിബല്യൻ എന്നാണ്. അപ്പോൾ ഇതും ആര് സപ്രസ് ചെയ്തു? ഈ ഒരു റിവോൾട്ട്, ഈ ബ്രിട്ടീഷിനെയും ജന്മിമാർക്കെതിരെ ഈ മലബാറിലെ മാപ്പിളാസ് നടത്തിയ ഈ ഒരു റിവോൾട്ട് സപ്രസ് ചെയ്യാൻ വേണ്ടി ആരെ നിയമിച്ചു എന്നാണ് പറയണത്? മലബാർ സ്പെഷ്യൽ പോലീസ്. ബ്രിട്ടീഷുകാർ ആരെ നിയമിച്ചു? മലബാർ സ്പെഷ്യൽ പോലീസ്, MSP എന്ന് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഈ മലബാർ സ്പെഷ്യൽ പോലീസിനെ നിയമിച്ച് ഈ മലബാറിൽ നിന്ന് വന്ന 22 പെസൻറ്റ് റിവോൾട്ടും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? സപ്രസ് ചെയ്തു. അപ്പോൾ ഇതും അങ്ങനെ സപ്രസ് ചെയ്തു. ഏറ്റവും അവസാനം എല്ലാ റിവോൾട്ടിൻ്റെ ഭാഗമായിട്ടും എന്തുണ്ടാകും? ഗവൺമെൻറ് ആരിനെ അപ്പോയിൻ്റ് ചെയ്യും? ഒരു കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്യും. അങ്ങനെ ഇവിടെയും ആരെയാണ് അപ്പോയിൻ്റ് ചെയ്തത്? വില്യം ലോഗൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഒരു കമ്മീഷൻ വന്നത്. അപ്പോൾ കമ്മീഷൻ ആരായിരുന്നു ഹെഡ് കമ്മീഷൻ്റെ? വില്യം ലോഗൻ എന്ന് പറയുന്ന ആ ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു അതിൻ്റെ ഹെഡ്. അപ്പോൾ വില്യം ലോഗൻ നടത്തിയ പഠനത്തിൽ വില്യം ലോഗൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കേരളത്തിലുള്ള അല്ലെങ്കിൽ മലബാറിലുള്ള അൺഫെയർ ലാൻഡ് റവന്യൂ സിസ്റ്റം ഓഫ് ബ്രിട്ടീഷാണ് ഈ ഒരു റിബല്യന് കാരണം, അല്ലെങ്കിൽ ഈ ഒരു പ്രൊട്ടസ്റ്റിന് കാരണം എന്താണെന്ന് വില്യം ലോഗൻ്റെ കമ്മീഷൻ കണ്ടുപിടിച്ചതാണ് എന്ത്? അൺഫെയർ ലാൻഡ് റവന്യൂ സിസ്റ്റം ഓഫ് ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്ന അൺഫെയർ ആയിട്ടുള്ള
ഒട്ടും ഫെയർ അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ആൾക്കാർക്ക് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റമാണ് ബ്രിട്ടീഷ് കൊണ്ടുവന്നത്. അവർക്ക് തോന്നിയ പോലെ ചില സമയത്ത് ഹൈ ടാക്സ് ഒക്കെ ഇവരുടെ നിന്ന് കൾട്ടിവേറ്റ് ചെയ്യും. ഹൈ ടാക്സ് തന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ലാൻഡിൽ നിന്ന് ഇറക്കി വിടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. അപ്പോൾ വില്യം ലോഗൻ കണ്ടുപിടിച്ചത് എന്താണ്, ബ്രിട്ടീഷിൻ്റെ അൺഫെയർ ആയിട്ടുള്ള ഈ ഒരു സിസ്റ്റം കാരണമാണ്, ലാൻഡ് റവന്യൂ സിസ്റ്റം കാരണമാണ് മലബാറിൽ 1921 22% റിവോൾട്ട്സ് പുറപ്പെട്ടത്. ദാറ്റ്സ് എ കോസ് ഓഫ് ദിസ് 22% റിവോൾട്ട്സ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ മലബാർ ഏരിയ എന്ന് വില്യം ലോഗൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ പഠിച്ചു, സ്റ്റഡി റിപ്പോർട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഇതെങ്ങനെയായിരിക്കും അൺഓർഗനൈസ്ഡ് സ്ട്രഗിൾസിൻ്റെ കാറ്റഗറിയിൽ വന്നത്? ഇതെങ്ങനെയാണ്? ഇന്ത്യയിൽ മൊത്തമാണ്, അല്ല, കേരളം എന്ന് പറയുന്ന പ്രദേശത്ത് മലബാർ എന്ന് പറയുന്ന റീജിയൻസിൽ കുറച്ച് മാപ്ലാസ് കൂടി ചെയ്ത ബ്രിട്ടീഷിൻ്റെ എക്സ്പ്ലോയിറ്റേഷനെതിരെ ചെയ്ത ഒരു റിവോൾട്ടാണിത്. അപ്പോൾ അത് ഇതിൻ്റെ കാറ്റഗറിയിൽ വരും, അൺഓർഗനൈസ്ഡ് സ്ട്രഗിൾസിൻ്റെ കാറ്റഗറിയിൽ വരും. ഓക്കെ, ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ് റിവോൾട്ട്, ദാറ്റ് ഈസ് ഇനി കുറച്ച് ട്രൈബൽ റിവോൾട്ട്സ് ആണ് പഠിക്കാനുള്ളത്. അതും ഏതിനെതിരെയാണ്? ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷനെതിരെയാണ്. ഓക്കെ, അപ്പോൾ ട്രൈബൽ റിവോൾട്ട്സ് നോക്കിയാൽ ഇതിൽ ഒരുപാട് ബ്രിട്ടീഷുകാർ സാധാരണ പെസൻസിനെ മാത്രമല്ല ഉപദ്രവിച്ചത്, ഫോറസ്റ്റിൽ ജീവിക്കുന്ന, അതായത് ട്രൈബ്സിനെ പോലും ബ്രിട്ടീഷുകാർ വെറുതെ വിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിനെതിരെയും ട്രൈബ്സ് എന്ത് ചെയ്യുന്നുണ്ട്, റിവോൾട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഒരുപാട് ട്രൈബൽ റിവോൾട്ട് ഇന്ത്യയിലുണ്ട്. അതാണ് ഈ കൊടുത്തേക്കണം. സന്താൽ റിവോൾട്ട്, കോൾ റിവോൾട്ട്, മുണ്ട റിവോൾട്ട്, കുറിച്ച റിവോൾട്ട്, അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് 2 റിവോൾട്ടേ പഠിക്കാനുള്ളൂ. അതായത് ഒന്ന് സന്താൽ റിവോൾട്ടും ഉണ്ട്, പിന്നെ ഒന്ന് മുണ്ട റിവോൾട്ടും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള റിവോൾട്ട്. നിങ്ങൾക്ക് അൺഓർഗനൈസ്ഡ് സ്ട്രഗിൾസിൻ്റെ കാറ്റഗറിയിൽ പഠിക്കാനുള്ള 2 ട്രൈബൽ റിവോൾട്ടാണ് സന്താൽ റിവോൾട്ടും കുറിച്ച റിവോൾട്ടും. ഓക്കെ, അപ്പോൾ സന്താൽ റിവോൾട്ട് നടക്കുന്ന ടൈം പീരീഡ് 1855 to 56 ആണ് സന്താൽ റിബല്യൻ. സന്താൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രൈബൽ ഗ്രൂപ്പാണ്, ഒരു ട്രൈബലാണ്. അതായത് ജാർഖണ്ഡ്, ബീഹാർ, ബംഗാൾ തുടങ്ങിയ ആ ഒരു സ്റ്റേറ്റ്സിൽ, ജാർഖണ്ഡ്, ബംഗാൾ, ബീഹാർ തുടങ്ങിയ സ്റ്റേറ്റ്സിൽ രാജമല്ലി ഹിൽസ്, ആ ഒരു ഹിൽസിൽ, ആ ഒരു ഏരിയയിലാണ് ഇവർ താമസിക്കുന്നത്. ആര്? സന്താൽ എന്ന് പറയുന്ന ട്രൈബ്സ്. അപ്പോൾ അതാണ് സന്താൽസ്. അപ്പോൾ സന്താൽ എന്ന് പറഞ്ഞാൽ എവിടെ താമസിക്കുന്ന ട്രൈബ്സ് ആണ്? ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് തുടങ്ങിയ ഏതിലാണ്? രാജ്മലി ഹിൽസിൽ താമസിക്കുന്ന, ആ ഏരിയയിൽ താമസിക്കുന്ന ട്രൈബ്സിനെയാണ് എന്ത് പറയണത്? സന്താൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷിനെതിരെ റിവോൾട്ട് നടത്തിയത്? ഒരു കാര്യമില്ലാതെ റിവോൾട്ട് നടത്തത്തില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? ദേ പ്രൊഡ്യൂസ് ഫോറസ്റ്റ് ആക്ട്. അവർ കൊണ്ടുവന്നൊരു നിയമമാണ് ഫോറസ്റ്റ് ആക്ട്. ഫോറസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫോറസ്റ്റ് എന്ന് പറയുന്നത് ട്രൈബ്സിൻ്റെ സ്വത്തല്ല. ഈ ട്രൈബ്സ് എന്ന് പറയുന്ന ആൾക്കാർ, ട്രൈബൽ ഗ്രൂപ്പ്, സന്താലെ പോലുള്ള ഇന്ത്യയിൽ ഒരുപാട് ട്രൈബ്സ് ഉണ്ട്. അവരൊക്കെ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? അതായത് അവർക്ക് സാധാരണ ജോലി, ഫാമിങ് അങ്ങനത്തെ ഒന്നുമല്ല. അവർ ഫോറസ്റ്റാണ്. അവരുടെ അമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറസ്റ്റാണ്. അവരവിടെയാണ്, അതിൻ്റെ ഉള്ളിലാണ് അവർ ഓരോ ഇതൊക്കെ കണ്ടുപിടിച്ചതും എന്താണ്, അവർ ആ ഫോറസ്റ്റായിട്ട് ഇണങ്ങിയാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? ട്രൈബൽ ഗ്രൂപ്പ്സൊക്കെ അങ്ങനെയാണ് ജീവിക്കുന്നത്. എന്തായിരുന്നു അവരുടെ ജീവിതമാർഗ്ഗം അവിടെ കൊടുത്തിട്ടുണ്ട്? എന്തൊക്കെയായിരുന്നു? ഗ്യാദറിങ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. അതായത് അവർക്ക് വിശക്കുമ്പോൾ അവർ ഫോറസ്റ്റിൽ പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരും. ഇപ്പോൾ തേനായാലും ഇപ്പോൾ ഫ്രൂട്ട്സ് ആയാലും അതെല്ലാം അവരെന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് കൊണ്ടുവരും, ഫോറസ്റ്റിൽ നിന്ന് കൊണ്ടുവരും. കന്നുകാലികളെ റെയർ ചെയ്യാൻ പോകും. ഷിഫ്റ്റിംഗ്, കൾട്ടിവേഷൻ, അവിടെയാണ് അവരുടെ കൾട്ടിവേഷനും ഹണ്ടിങ്ങും ഒക്കെ ചെയ്ത് അങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത്. സോ അവരുടെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് എന്താണ്? ഫോറസ്റ്റായിട്ട് എപ്പോഴും അസോസിയേറ്റഡ് ആണ്. ആരുടെ ജീവിതം? സാന്തലിൻ്റെ ജീവിതം. ഓക്കെ, പക്ഷേ എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷ് എന്തുകൊണ്ടുവന്നു? ഫോറസ്റ്റ് ആക്ട് കൊണ്ടുവന്നു. ഫോറസ്റ്റ് ആക്ട്. ഓക്കെ, ഫോറസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോറസ്റ്റ് ആക്ട് കൊണ്ടുവന്നതോടുകൂടി എന്ത് സംഭവിച്ചു? നമ്മുടെ സന്താലിനെ പോലുള്ള ഒരുപാട് ട്രൈബൽ ഗ്രൂപ്പ്, എസ്പെഷ്യലി ഇപ്പം നമ്മൾ സന്താലിൻ്റെ കാര്യം മാത്രമാണ് പറയണത്.
ആ ട്രൈബൽ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അവരുടെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് എൻട്രി ചെയ്യാൻ പറ്റുന്നില്ല. ഉൾക്കാടിലോട്ടൊക്കെ പോയാണ് ഇവർ ഫോറസ്റ്റ് പ്രൊഡക്ട്സും അങ്ങനെയുള്ള കൾട്ടിവേഷനൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവർക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ പോകാനോ ഫോറസ്റ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കാനൊന്നും പറ്റാത്തയായി. ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കയറി അവരെന്തെങ്കിലുമൊക്കെ ഒരു സാധനം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കണമെങ്കിൽ അതിന് പോലും ബ്രിട്ടീഷുകാർക്ക് ടാക്സ് കൊടുക്കേണ്ട അവസ്ഥ ആർക്ക് വന്നു? ഈ ട്രൈബൽ ഗ്രൂപ്പ്സിന് വന്നു. ഈ സന്താൽ എന്ന് പറയുന്ന ആ കമ്മ്യൂണിറ്റി, ആ ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് വന്നു. അതോടൊപ്പം തന്നെ ഈ ബ്രിട്ടീഷുകാർ ഫോറസ്റ്റ് ആക്റ്റും നടപ്പിലാക്കിയിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? ആ വനത്തിലെ മരമൊക്കെ എന്ത് ചെയ്യും? കട്ട് ചെയ്തിട്ട് ഷിപ്സ് ഉണ്ടാക്കാനും റെയിൽവേ ലൈൻസ് ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. പക്ഷേ ഈ ട്രൈബൽസിന് അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല. ഉൾക്കാടിലോട്ട് കയറി സാധനങ്ങളെല്ലാം ഗ്യാദർ ചെയ്യാനോ അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യാനോ കാറ്റിൽ റെയറിംഗ് ഒക്കെ നടത്താനോ അവർക്ക് സമ്മതിക്കത്തില്ല. അപ്പോൾ ഫോറസ്റ്റ് എന്ന് പറയുന്ന സാധനം ഫോറസ്റ്റ് ആക്ട് വന്നതോടുകൂടി ട്രൈബൽസിന് വിലക്കപ്പെട്ടതായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടുത്തെ ആൾക്കാർ ട്രൈബൽസ് വെറുതെ ഇരിക്കോ? ഇല്ല. കാരണം അവരുടെ ജീവിത മാർഗം തന്നെ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അസോസിയേറ്റഡ് വിത്ത് ദിസ് ഫോറസ്റ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? പ്രൊട്ടസ്റ്റ് ചെയ്തു ഇതിനെതിരെ. അതിനെയാണ് സന്താൽ റിവോൾട്ട് എന്ന് പറയുന്നത്. 1855 സന്താൽ റിവോൾട്ട്. സന്താൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ട്രൈബൽ ഗ്രൂപ്പാണ്? രാജ്മലി ഹിൽസ്, ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് തുടങ്ങിയ ഏരിയാസിലായിട്ട് കിടക്കുന്ന രാജ്മലി ഹിൽസിൽ ലീവ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് ഈ സന്താൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ബ്രിട്ടീഷുകാർക്ക് എന്തുകൊണ്ടാണ് അവർ റിവോൾട്ട് നടത്തിയത്? ബിക്കോസ് ഓഫ് ദ ഫോറസ്റ്റ് ആക്ട്. ബ്രിട്ടീഷുകാർ എന്ത് കൊണ്ടുവന്നു? ഫോറസ്റ്റ് ആക്ട് കൊണ്ടുവന്നു. അപ്പോൾ അവർക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കയറാനോ ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കാനോ അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യാനോ കാറ്റിൽ റെയറിങ് അവരുടെ ജീവിതമാർഗം മൊത്തമായിട്ട് ബ്ലോക്ക് ചെയ്തു ഈ ബ്രിട്ടീഷുകാർ. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ റിവോൾട്ട് ചെയ്തത്. അതുകൂടാതെ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും സാധനം എടുക്കണമെങ്കിൽ തന്നെ, ഇപ്പോൾ ഫോറസ്റ്റിൽ നിന്ന് എന്തെങ്കിലും സാധനം എടുക്കണമെങ്കിൽ തന്നെ, ഇപ്പോൾ ഒരു ഫ്രൂട്ട്സ് എടുത്തു അല്ലെങ്കിൽ ഹണി എടുത്തു, അതിനൊക്കെ എന്ത് കൊടുക്കേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിനെതിരെയാണ് സന്താൽ ട്രൈബ്സ് എന്ത് ചെയ്തു? ഫൈറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൽ മെയിനായിട്ട് 2 ആൾക്കാർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് സിധു ആൻഡ് കൻഹു. ഇവർ രണ്ടുപേരുമാണ് ഇതിൻ്റെ ഒരു ലീഡർഷിപ്പ്. ഈവൻ ദോ ഇവർ രണ്ടുപേരും എന്താണ്, ദേ വർ കിൽഡ്. സിന്ധുവും കൻഹുവിനെ ബ്രിട്ടീഷുകാർ കില്ല് ചെയ്തു. അതോടൊപ്പം തന്നെ ഒരുപാട് ഈ റിവോൾട്ടും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? സപ്രസ് ചെയ്തു. അതങ്ങനെയാണ് എല്ലാ റിവോൾട്ടും. ബ്രിട്ടീഷിനെതിരെ എന്ത് വോയിസ് വന്നാലും അവരെന്ത് ചെയ്യും? സപ്രസ് ചെയ്യും. ഇത് നിങ്ങൾക്ക് സിധു കൻഹു ഈസ് ജസ്റ്റ് ഫോർ യുവർ നോളേജ് കേട്ടോ. അതെപ്പോഴും അറിഞ്ഞിരിക്കണം, നല്ലതായിരിക്കും. അതാണ് ഞാൻ ഇതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് റിവോൾട്ട് ഇസ് കുറിച്യ റിവോൾട്ട്. ഓക്കെ, കുറിച്യ റിവോൾട്ട് നമ്മുടെ കേരളത്തിലുള്ളതാണ്. 1812 നടന്നൊരു റിവോൾട്ടാണ്. കുറിച്യം എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ട്രൈബൽ ഗ്രൂപ്പാണ് കുറിച്യ ആൻഡ് കുറുമ്പ. ഓക്കെ, ഈ കുറിച്യയും കുറുമ്പയും ബ്രിട്ടീഷിൻ്റെ എക്സ്പ്ലോയിറ്റേഷനെതിരെ റിവോൾട്ട് ചെയ്തതിനാണ് എന്ത് പറയണത്? കുറിച്യ റിവോൾട്ട് എന്ന് പറയണത്. ഓക്കെ, ആൻഡ് എന്തൊക്കെയാണ് റീസൺ? എന്തുകൊണ്ടാണ് അവർ റിവോൾട്ട് ചെയ്തത്? എക്സസീവ് ടാക്സ്, ഒരുപാട് ടാക്സ് കൊടുക്കേണ്ടി വന്നു. ലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. ടാക്സ് എന്ന് പറയുന്ന സാധനം ക്യാഷിൻ്റെ ഫോമിൽ മാത്രം കൊടുക്കാൻ പാടുള്ളൂ. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. സീസിങ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ്. ഇപ്പോൾ ഇവർ പൈസ ടാക്സ് കൊടുത്തില്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് അഗ്രികൾച്ചർ ലാൻഡ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കും, അല്ലെങ്കിൽ ലാൻഡ് ലോഡ്സ് പിടിച്ചെടുക്കും. അപ്പോൾ ഇതിനെതിരെയാണ് എന്ത് ചെയ്തത്? കുറിച്യയുണ്ട് കുറുമ്പയുമുണ്ട്. വയനാട്ടിലെ ട്രൈബൽ ഗ്രൂപ്പാണ് കുറിച്യ ആൻഡ് കുറുമ്പാസ്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ ഒരു എക്സ്പ്ലോയിറ്റേഷനെതിരെ അവരെന്ത് ചെയ്തു? ഫൈറ്റ് ചെയ്തു. ഓക്കെ, ആൻഡ് ദാറ്റ് വാസ് ലെഡ് ബൈ രാമനമ്പി. അപ്പോൾ ഈ കുറിച്യ കുറുമ്പ റിവോൾട്ട് ലെഡ് ചെയ്തത് ആരാണ്? രാമനമ്പി എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ആ പേര് നിങ്ങൾ ഓർക്കണം, രാമനമ്പി. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് കുറിച്യ. രാമനമ്പി വാസ് ഓൾസോ കിൽഡ് ബൈ ദിസ് ബ്രിട്ടീഷ് ഈ രാമനമ്പീനെ കൊല്ലുന്നുണ്ട്. അപ്പോൾ അതും ഈ ഒരു റിവോൾട്ടും വാസ് ഓൾസോ സപ്രസ്ഡ് ബൈ ബ്രിട്ടീഷ് സപ്രസ് ചെയ്തു. അവസാനം രാമനമ്പീനെ കൊല്ലും. അതോടെയാണ് ഈ കുറിച്യ റിവോൾട്ട് ഒരു അവസാനത്തിലോട്ട് എത്തുന്നത്. അപ്പോൾ ഇതും ഒരു അൺഓർഗനൈസ്ഡ് സ്ട്രഗിളാണ്. കാരണം എന്താണ്? അതായത് ഇന്ത്യയിൽ മൊത്തമായിട്ട് നടക്കുന്നതാണോ? അല്ല. കേരളത്തിൻ്റെ ഉള്ളിൽ വയനാടിൽ ആ ഒരു കുറിച്യ കുറുമ്പ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന
ഒരു സ്ട്രഗിളാണ്. ആർക്കെതിരെ? ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷനെതിരെ. ഓക്കെ, 1812 കുറിച്യ റിവോൾട്ട്. ഓക്കെ, പിന്നെ നോക്കിയേ, എഗെയിൻസ്റ്റ് മോഡേൺ ഇൻഡസ്ട്രി. ഇനി നെക്സ്റ്റ് സ്ട്രഗിളാണ് ആർക്കെതിരെ ആയിരുന്നു? മോഡേൺ ഇൻഡസ്ട്രിക്കെതിരെ. എന്തുകൊണ്ടാണ് മോഡേൺ ഇൻഡസ്ട്രിക്കെതിരെ നമ്മുടെ ഇന്ത്യക്കാർ സ്ട്രൈക്ക് ചെയ്തത്? എന്തുകൊണ്ടാകും? കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഇൻഡസ്ട്രി ആരാ ഇവിടെ ഇൻവെൻറ്റ് ചെയ്തത്? ബ്രിട്ടീഷുകാർ ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്തു. പക്ഷേ ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്തപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? വർക്കേഴ്സിന്, ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് എങ്ങനെയായിരുന്നു? ലോങ് വർക്കിംഗ് അവേഴ്സ് ആയിരുന്നു. ഒരുപാട് നേരം പണിയെടുപ്പിക്കും അവരെ കൊണ്ട്. അവർക്ക് ആവശ്യത്തിന് സാലറി കൊടുക്കത്തില്ല. ലോ വേജസ് ആയിരുന്നു. സാലറി എന്ന് പറയത്തില്ല, കൂലി എന്ന് പറയുള്ളൂ. ലോ വേജസ്. ഓക്കെ, ലോ വേജസ് ആയിരുന്നു. പിന്നെ അവർക്ക് താമസിക്കുന്ന കണ്ടീഷൻ, അതോടൊപ്പം തന്നെ വർക്കിംഗ് കണ്ടീഷൻ, താമസിക്കുന്ന സ്ഥലമെല്ലാം അൺഹൈജീൻ ആയിരുന്നു. അൺഹെൽത്തി വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് അക്കോമഡേഷൻ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? വർക്കേഴ്സ് ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തു. ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്ത ബ്രിട്ടീഷിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തു. ഒരുപാട് സ്ഥലത്ത്, ഇന്ത്യയിൽ പല പല സ്ഥലത്തായിട്ട് ഒരുപാട് മോഡേൺ ഇൻഡസ്ട്രിക്കെതിരെ ഒരുപാട് സ്ഥലങ്ങളിൽ, ഇന്ത്യയിൽ തന്നെ പല പല സ്ഥലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ എക്സാമ്പിൾ ഇസ് ദാറ്റ് എന്താണ്? ഗ്രേറ്റ് ബോംബെ ടെക്സ്റ്റൈൽ സ്ട്രൈക്ക്. അതായത് ബോംബെയിൽ ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രി ആണല്ലോ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അപ്പോൾ അവിടുത്തെ ആൾക്കാർ ഈ കാരണങ്ങൾ, അതായത് ലോങ് വർക്കിംഗ് അവേഴ്സ്, ബാഡ് വർക്കിംഗ് കണ്ടീഷൻ, അക്കോമഡേഷൻ കൊള്ളത്തില്ല, അപ്പോൾ ഇതിനൊക്കെ എതിരെ അതായത് ബോംബെയിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് എന്ത് ചെയ്തു? എക്സ്പ്ലോയിറ്റ് ചെയ്തു. പിന്നെ ഒരെണ്ണം കൽക്കട്ട ജൂട്ട് മിൽ സ്ട്രൈക്ക്. അതായത് കൽക്കട്ടയിൽ ജൂട്ട് മില്ലിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനും ഈ വർക്കേഴ്സിൻ്റെ ബാഡ് കണ്ടീഷൻസ് കാരണം, ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേഷൻസ് കാരണം അവരും എന്ത് ചെയ്തു? സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ഇതിൽ വലിയ കാര്യമായിട്ട് പഠിക്കണ്ട, അറിയേണ്ടത് ഇത്രേ ഉള്ളൂ. എന്തിനാണ് അവർ മോഡേൺ ഇൻഡസ്ട്രിക്കെതിരെ സ്ട്രൈക്ക് ചെയ്തത്? എന്തിനാണ്? ലോങ് വർക്കിംഗ് അവേഴ്സ്, ലോ വേജസ്, പിന്നെന്താണ്? ബാഡ് വർക്കിംഗ് കണ്ടീഷൻ, പിന്നെന്താണ്? ബാഡ് അക്കോമഡേഷൻ. അപ്പോൾ ഇതിനൊക്കെതിരെയാണ് ഫൈറ്റ് ചെയ്തത്. അതിന് എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തേക്കണം. ഗ്രേറ്റ് ബോംബെ ടെക്സ്റ്റൈൽ സ്ട്രൈക്കും കൽക്കട്ട ജൂട്ട് മിൽ സ്ട്രൈക്കും. ദീസ് ആർ ജസ്റ്റ് എക്സാമ്പിൾസ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഓർഗനൈസ്ഡ് സ്ട്രഗിൾസിൻ്റെ കാറ്റഗറീസിൽ എന്തൊക്കെ പെടുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയും.